ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോൺ അപ്പറ്റൈറ്റ് യുവർ മജസ്റ്റി എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കിങ് ആയിട്ടുള്ള ഈഹണിപ്പോ യൻജിയുടെ ആ ഒരു കവറൊക്കെ കണ്ടുപിടിച്ച് അവൾക്കത് ഗിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവർ രണ്ടുപേരും തെന്നി വീഴുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഷോക്കില് നീ കാരണമാണ് ഞാൻ വീണതെന്നും അതുകൊണ്ടാണ് പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞ് ഈഹൺ അവന്റെ മനസ്സിൽ അവളോടുള്ള ആ ഒരു അട്രാക്ഷനൊക്കെ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ ഈ നിമിഷം മുതൽ അവളെ ഒരു വിമൺ ആയിട്ട് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇനി തനിക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ അവളിപ്പോ ഒരു ബാഗിൽ നിന്ന് ആ മാംഗോ റോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ബുക്കിനെ തപ്പി നോക്കുമ്പോൾ അത് മിസ്സിംഗ് ആണെന്ന് കണ്ട് അവള് വളരെയധികം പാനിക് ആകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബുക്ക് തനിക്ക് കണ്ടുപിടിച്ചു തന്നത് സോങ്ജു ആണെന്ന് ഈഹൺ പറയുമ്പോൾ അവര് പിന്നീട് നേരെ പോകുന്നത് സോങ്ജുവിനെ കണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാനാണ്. അങ്ങനെ സഞ്ജു ആകട്ടെ തനിക്ക് ഈ ഒരു കവർ കിട്ടുന്ന സമയത്ത് അതില് ബുക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അവളുടെ അടുത്ത് പറയുമ്പോൾ അത് കേട്ട് അവള് വളരെ അപ്സെറ്റ് ആവുന്ന ശ്രദ്ധിച്ച് ഈഹൺ ഇപ്പോ എന്ത് വിധേനയും അവളുടെ ആ ഒരു ബുക്ക് വീണ്ടെടുക്കാനായിട്ട് അവളെ സഹായിക്കാമെന്നും അതിന് സോൾജിയേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്യാമെന്നും അവനിപ്പോ അവൾക്ക് പ്രോമിസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവളിപ്പോ നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെ ബാക്കിയുള്ള എല്ലാവരും കൂടി ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്ന കാണുമ്പോൾ അവളും അവരോടൊപ്പം ജോയിൻ ചെയ്ത് പിന്നീട് നമ്മൾ കാണിക്കുന്നത് കുടിച്ച് യാതൊരു ബോധവും ഇല്ലാണ്ട് അവളുടെ മാംഗ്രോക്ക് കാണാതെ പോയെന്നും അതില്ലാതെ തനിക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ അവളെ മാംഗ്രോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുമെന്നാണ് യൻജി പറയുന്നതെന്നും അവളിങ്ങെങ്ങാനും ശരിക്കും പോകുമെന്നും അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഫ്യൂച്ചർ അതെന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് അവൾ പോവുകയാണെങ്കിൽ താൻ അവൾ ഒരുപാട് മിസ് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിക്കാണ് ഈഹൺ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ പാലസിൽ മീറ്റിങ്ങിന് ഇരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന മിനിസ്റ്റേഴ്സ് ഇപ്പോൾ അവരുടെ ആ ഒരു നാട്ടിലേക്ക് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചൈനയിലെ ഒരു മിങ് ഡൈനാസ്റ്റിയിൽ പെട്ട ഒരു എൻവോയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഈ എൻവോയ് എന്ന് പറയുമ്പോൾ ഈഹന്റെ രാജ്യത്തിനെ പോലുള്ള ഒരുപാട് രാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എംപററിന്റെ ഒരു ദൂതൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഈഹന്റെ പവറിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു എംപററിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ എൻവോയ്. അങ്ങനെ ഇവരുടെ നാട്ടിലേക്ക് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അവിടെയുള്ള വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ചൈനയിലുള്ള ഒരു എൻവോയ് ഇപ്പോൾ അവരുടെ നാട്ടിലേക്ക് എത്തിയിട്ട് ഈ ജോസിയൻ ഫുഡിനെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടെന്നും മനഃപൂർവ്വം തന്നെ അവരുടെ കിങ്ഡത്തിനെ അവഹേളിക്കുകയാണെന്നൊക്കെ അവിടുത്തെ മിനിസ്റ്റേഴ്സ് പറയുമ്പോൾ അത് കേട്ടിട്ട് ഈഹന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇതേ കാര്യം തന്നെ റോയൽ കിച്ചണിലിരിക്കുന്ന യൻജിയും അറിയുന്നുണ്ട്. കൂടാതെ ഈ അഹങ്കാരിയായിട്ടുള്ള എൻവോയിന്റെ ഒപ്പം 3 കുക്സ് ഉണ്ടെന്നും അവര് വെക്കുന്ന ഫുഡ് മാത്രമേ അവൻ കഴിക്കാറുള്ളൂ എന്നും ജോസിയനിൽ വെച്ചുണ്ടാക്കുന്ന ഫുഡിനെയൊക്കെ അവന് വളരെ പുച്ഛമാണെന്നും പക്ഷെ അവൻ ഈ ജോസിയന് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവന് കഴിക്കാൻ തോന്നുന്ന രീതിയിൽ ഇവരെന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്നും കൂടി കേൾക്കുമ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരാൾക്ക് എന്ത് ഉണ്ടാക്കി കൊടുക്കും അറിയാണ്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് യൻജി. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന എൻവോയും അവന്റെ കുക്സ് ആയിട്ടുള്ള ആ ഒരു 3 പേരും ഇപ്പൊ ജോസിയനിലേക്ക് വരുന്നതും ഈഹൺ അവരെ പരിചയപ്പെടുത്തുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ എൻവോയ് ആകട്ടെ വന്ന പാടെ തന്നെ അവന്റെ 3 കുക്കുകളെ പറ്റി അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പുകഴ്ത്തി പറഞ്ഞ് ഇവരുണ്ടാക്കുന്ന പോലുള്ള ഒരു ഭക്ഷണം നീ സ്വപ്നത്തിൽ പോലും കഴിച്ചിട്ടുണ്ടാവില്ലെന്നൊക്കെ ഈഹന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ഈഹണും വിട്ടുകൊടുക്കാതെ തങ്ങളുടെ കൊട്ടാരത്തിലും ഒരു ചീഫ് കുക്ക് ഉണ്ടെന്നൊക്കെ അവിടെ യൻജി ആലോചിച്ച് പറയുന്നുണ്ട്. ഇതേ നേരം യൻജി ആകട്ടെ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് നല്ലതാണെന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കണം എന്ന് ആലോചിച്ച് ഒരു ബട്ടറൊക്കെ എടുത്ത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിന് ഈഹണും ആ ഒരു എൻവോയും കൂടി സംസാരിക്കുമ്പോൾ ഇപ്രാവശ്യം ഈ ഒരു എൻവോയ് വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾ കാണുന്നു. കിങ് ആയിട്ടുള്ള ഈഹണിനും ഒരുപാട് മുകളിലുള്ള അവരുടെ ആ ഒരു എംപറർ ആകട്ടെ ഇവരുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് ചെല്ലാനായിട്ട് തന്നെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് ജോസിയോന്റെ ഒരുപാട് റിസോഴ്സസും ഒരുപാട് വിമണിനെയും തങ്ങളുടെ ഒപ്പം അയക്കണമെന്ന് ആ ഒരു എൻവോയ് പറയുമ്പോൾ ഇത് ശരിക്കും എംപറർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണോന്നും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ 2 ഇരട്ടിയായിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇതൊക്കെ നൽകാനായിട്ട് തനിക്ക് സമ്മതമല്ലെന്നും ഈഹണിപ്പോ അവരുടെ അടുത്ത് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെയാണ് യൻജി ഇപ്പോൾ അവൾ ഉണ്ടാക്കിയ മാക്രോൺസുമായിട്ട് അവിടേക്ക് എത്തുന്നത്. യുണീക്ക് ആയിട്ടുള്ള അതിന്റെ ആ ഒരു ഷേപ്പും കളറൊക്കെ കണ്ട് കൊതി തോന്നുന്ന ആ ഒരു കുക്സും എൻവോയും അതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ആ ഒരു സ്വീറ്റ് കഴിക്കുമ്പോൾ അവരെല്ലാവരും വേറൊരു ലോകത്തേക്ക് എന്ന പോലെ എങ്ങോട്ടേക്കോ ചെല്ലുന്നൊക്കെ ഉണ്ട്. മാത്രമല്ല ആ ഒരു ഡിഷ് തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ കുക്കുകളുടെ അത്രയ്ക്കും ഈ ഒരു ഡിഷ് എത്തില്ലെന്നും മാത്രമല്ല നമ്മുടെ രണ്ടുപേരുടെയും കുക്കുമാരുടെ കഴിവും കാലിബറൊക്കെ തിരിച്ചറിയാനായിട്ട് എന്തുകൊണ്ട് അവർ തമ്മിലൊരു മത്സരം വെച്ചുകൂടാന്നൊക്കെ ഒരു എൻവോയ് ചോദിക്കുമ്പോൾ യൻജി ആകട്ടെ അവിടെ നിന്ന് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഈഹണിപ്പോ അതിന് ഓക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കോമ്പറ്റീഷൻ കുക്കുമാരുടെ കഴിവിനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഉള്ളതല്ലെന്നും നിങ്ങൾ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളുടെ കുക്കുകൾ ജയിക്കുകയാണെങ്കിൽ താൻ സാധിച്ചു തരാമെന്നും ഈഹണിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഈഹൺ അവന്റെ രാജ്യത്തിന് തന്നെ റിസ്കി ആയിട്ട് ആ ഒരു എൻവോയുടെ ഒപ്പം ഒരു ബെറ്റ് വെക്കുന്നുണ്ട്. പിന്നെ പിന്നീട് നീ എന്റെ മണ്ടത്തരമാണ് കാണിച്ചെന്നൊക്കെ ചോദിച്ച് യൻജി ഇപ്പൊ നേരെ ഈ
ഈഹന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കാരണം ഈ മിങ്ങിലത്തെ 3 കുക്ക് സാധാരണക്കാരല്ലെന്നും അവരാണ് ഈ ഒരു ലോകത്തിലെ തന്നെ പേര് കേട്ട കുക്കുകളെന്നും അത്രയും എക്സ്പീരിയൻസും കഴിവും ഉള്ള അവരെ തോൽപ്പിക്കാനായിട്ട് തനിക്ക് സാധിക്കുമെന്നൊക്കെ ഉള്ള സംശയത്തില് അവളിങ്ങനെ ആകെ റെഡിയായിട്ട് നിന്ന് തനിക്ക് ഒരു മത്സരത്തിന് സമ്മതമല്ലെന്ന് പറയുമ്പോൾ ഇതിന് നീ ടേക്ക് പാർട്ട് ചെയ്തില്ലെങ്കിൽ നിനക്ക് അതിന് പണിഷ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞ് അവനിപ്പോ അവളെ ഭീഷണിപ്പെടുത്താണ്. എന്നാൽ ഇതേ നേരം കൊട്ടാരത്തിന്റെ അഭിമാനം ഫുള്ളും ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ വെച്ചതിനെ തുടർന്ന് ഇങ്ങനെ ഗ്രാൻഡ് മദർ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അന്ന് നൈറ്റ് തന്നെ അവരുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിപ്പോ വളരെ സീക്രട്ട് ആയിട്ട് തന്നെ ഒരു എൻവോയേഴ്സ് എന്ന് കണ്ടിട്ട് കാര്യം നമ്മുടെ ചീഫ് റോയൽ ആയിട്ടുള്ള കുക്ക് ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അവൾക്ക് നിങ്ങളുടെ കുക്കിന്റെ അത്രയും കഴിവൊന്നുമില്ലെന്നും എന്തായാലും ഈ ഒരു മത്സരത്തിൽ നിങ്ങൾ തന്നെ ജയിക്കുമെന്നും ജോസിയൻ എന്തായാലും തോൽക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോ നിങ്ങൾക്ക് തരാമെന്ന് ജോസിയൻ പറഞ്ഞതിന്റെ ഇരട്ടി അവരുടെ അടുത്ത് ആവശ്യപ്പെടാനും അങ്ങനെ നിങ്ങൾക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ജോസിയനിലുള്ള ഒരാൾ തന്നെ എൻവോയുടെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അയാൾ ശരിക്കും ഈ പ്രിൻസ് ആയിട്ടുള്ള ജെസന്റെ ഒരു സഹായിയായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഈഹനെ തകർത്ത് ആ ഒരു കൊട്ടാരം സ്വന്തമാക്കണമെന്ന് അതിമോഹം ഉണ്ടായിരുന്ന ജെസന് ഈ ഒരു അവസരം ഉപയോഗിച്ച് കിങ് ആയിട്ടുള്ള ഈഹനെ എന്റെ രാജ്യത്തിന്റെ അഭിമാനം നശിപ്പിച്ചതിനും ഇത്രയും നഷ്ടങ്ങൾ വരുത്തി വെച്ചതിനും തുടർന്ന് പുറത്താക്കി ആ ഒരു കിരീടം തട്ടിയെടുക്കാനായിട്ടാണ് ജെസൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത്രയും നല്ലൊരു ഓഫർ കേട്ട എൻവോയും അത് വിടാതെ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ വെറും ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ മാത്രമല്ലെന്നും ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും ആ ഒരു എൻവോയ് ഇപ്പോ അവന്റെ കൂടെ വന്ന ആ ഒരു 3 കുക്സിനോടായിട്ട് പറഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന ഒരു ഫീമെയിൽ കുക്കിന്റെ അടുത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവരീ കണ്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഈഹന്റെ ഒരു ഹെൽപ്പർ കൂടിയായിട്ടുള്ള ഗോങ് നോക്കി നിൽക്കുകയും പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അവൻ ഈഹനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ ആ ഒരു റോയൽ ഗാർഡനിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അവൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചില്ലി സീക്രട്ട് ആയിട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് യൻജി ഇപ്പൊ തീരുമാനിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഈ മുളകിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് ഒട്ടും തന്നെ അറിവൊന്നുമില്ലാതിരുന്നതുകൊണ്ട് അതിനെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് അവൾ തീരുമാനിക്കുന്നത്. അങ്ങനെ അവളിപ്പോ ഒരുപാട് ചില്ലീസിനൊക്കെ കളക്ട് ചെയ്ത് അതിനെ പൊടിച്ചുകൊണ്ട് വരാനൊക്കെ ആയിട്ട് മില്ലിലേക്ക് പോകണമെന്ന് കിങ്ങിന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുമ്പോൾ നീ അതിന് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് അവനും അവളോടൊപ്പം ആ ഒരു മില്ലിലേക്ക് യാത്രയാകുന്നുണ്ട്. മാത്രമല്ല ആ ഒരു സമയത്ത് അവൾക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സുകളും മറ്റും അവൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യഞ്ചയും ഈഹണും കൂടിയിട്ട് ആ ഒരു വില്ലേജിലൂടെ മില്ലിനെ തിരക്കി നടക്കവേ അവിടെ ഒരു ഷോപ്പിൽ ഈ ഒരു ടൈം ട്രാവലിന് കാരണമായിട്ടുള്ള മാംഗോറോക്ക് എന്ന ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ചെയിന്റെ പോലത്തെ ഒരു കീ ചെയിൻ അവിടെ കിടക്കുന്നത് അവള് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആ ചെയിൻ നോക്കി ഇതിന്റെ മാംഗ്രോക്ക് ചെയിൻ ആണല്ലോ എന്ന് പറഞ്ഞ് അവള് അത് നോക്കിയെങ്കിലും അത് വാങ്ങിക്കാതെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കിങ് ഇപ്പൊ അവളുടെ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ നടത്തി വരാൻ പറഞ്ഞ് ഈഹണിപ്പോ നേരത്തെ അവൾ നോക്കിയിട്ടുണ്ടായിരുന്ന കീ ചെയിനും അതുപോലുള്ള കുറെ ഓർണമെന്റ്സ് ഒക്കെ അവൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇതേ നേരം തന്നെ അവള് പോയിട്ട് ആ ഒരു മില്ലിലേക്ക് ചെന്നിട്ട് ഒരു ചില്ലിയൊക്കെ കൊടുത്ത് അതെങ്ങനെയെങ്കിലും പൊടിച്ച് കൃത്യസമയത്ത് തങ്ങൾ എത്തിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. ഇതേ നേരം തന്നെ ഈഹൻ അവന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ അവളെ കാണാണ്ട് എവിടെ പോയിന്ന് ആലോചിച്ചിരിക്കെ തന്നെ അവള് അവന് വേണ്ടി കുറെ ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിച്ച് അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഇതേ നേരം അവരുടെ അടുത്തൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ അവള് വീഴാൻ പോവുകയും തക്ക സമയത്ത് ഈഹൻ വന്ന് അവളെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ അവനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ താഴെ വീണ് ചെളിയാകുന്നുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ തന്നെ അവൾ ആദ്യമായിട്ട് തനിക്ക് തന്ന ആ ഒരു ഫ്ലവേഴ്സ് അവൻ ആക്സെപ്റ്റ് ചെയ്യുകയും എടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ കയ്യിലാകുന്ന മണ്ണ് ഒരു രണ്ടുപേരും ഇപ്പൊ പരസ്പരം തേച്ച് അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ വളരെ ലോങ് ഡേ പർച്ചേസിങ്ങിനൊക്കെ ശേഷം അവർ തിരിച്ച് റോയൽ കിച്ചണിലേക്ക് എത്തുമ്പോൾ ഇവിടെ എല്ലാവരും വളരെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട്. കാരണം ആ ഒരു മിങ് ബുക്സിൽ പെട്ട ആ ഒരു പെണ്ണാകട്ടെ അവരുടെ കിച്ചണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നെന്നും അവള് ഇവരുടെ കിച്ചണിൽ ഫുള്ള് നോക്കി നടന്ന് അവിടെ അപ്പയുണ്ടായിരുന്ന കുക്സും ഒക്കെ ആയിട്ട് ചെറിയ ഒരു ടോപ്പിംഗ് ചാലഞ്ച് ഒക്കെ വെക്കുകയും അതിന്റെ ഭാഗമായിട്ട് റോയൽ കിച്ചണിൽ ഉണ്ടായിരുന്ന എല്ലാ കുക്കുകളും അവളുമായിട്ട് മത്സരിച്ചെങ്കിലും അവരെല്ലാവരും അവളുടെ മുമ്പിൽ തോറ്റുപോയെന്നും സ്പീഡ് കൊണ്ടും കഴിവ് കൊണ്ടും അവരെക്കാൾ ഒരുപാട് മുമ്പിലായിട്ടുള്ള ഒരാളാണ് അവരുടെ ഇടയിലുള്ള ആ ഒരു ഫീമെയിൽ ആയിട്ടുള്ള മിങ് കുക്ക് എന്നൊക്കെ വളരെ വിഷമത്തോടെ അവരങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് അവൾ ആരായാലും നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ അവളുടെ ഒപ്പമുള്ള എല്ലാ കുക്സിനെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെയുള്ള കുക്സിനെ പറ്റിയിട്ടൊക്കെ അറിയില്ലെന്നും മര്യാദയ്ക്ക് ഒരു വെജിറ്റബിൾ അറിയാൻ പോലും അവർക്കൊന്നും അറിയില്ലെന്നും ഒരു മിങ് കുക്ക് ഇപ്പോ ഇൻവോയുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ അവർ യൂസ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒരു മുളകിനെ അവൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെന്തോ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണെന്നും ഇതെന്തായാലും അവർ യൂസ് ചെയ്യുമെന്നും അവളിപ്പോ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം റോസിയൻ കിങ്ഡത്തിലെ കിങ് ആയിട്ടുള്ള ഈഹണ്ണും എംപററിന്റെ ദൂതനായിട്ടുള്ള എൻവോയുമായിട്ട് കുക്കിംഗ് കോമ്പറ്റീഷന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ റൗണ്ട് മീറ്റ്
ആയിരിക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ ഇരുവരും തങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് വേണം ഉണ്ടാക്കാമെന്നും മൂന്നാമത്തെ റൗണ്ടിൽ ഒരു സൂപ്പ് വേണം അവർ തയ്യാറാക്കാമെന്നും ലോട്ട് എടുത്തിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇതിലുള്ളൊരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിങ്ങിന്റെ കുക്സ് ആകട്ടെ ഈ സൂപ്പുകളിലാണ് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഫൈനൽ റൗണ്ട് അവർക്ക് എന്തായാലും ഫേവറബിൾ ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ മത്സരത്തിൽ നമ്മുടെ എൻജി അടങ്ങുന്ന റോയൽ ടീം ജയിക്കാനായിട്ട് പാടായിരിക്കുന്നു അവിടെ എത്തുന്ന എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല നേരത്തെ ഈ ജോസിയോന്റെ ആൾക്കാർ തന്നെ പറഞ്ഞതനുസരിച്ച് ഈ ഒരു മത്സരത്തിൽ ഇപ്പൊ മിങ്ങിന്റെ ടീമാണ് ജയിക്കുന്നതെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഇരട്ടി റിസോഴ്സസ് അവരെടുക്കാമെന്നും തങ്ങളുടെ രാജ്യത്തിന് തന്നെ വലിയൊരു നഷ്ടം ഉണ്ടാവുമെന്നും ആ ഒരു എൻവോയ് ഇപ്പൊ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഈഹൺ ആകട്ടെ അവരോട് ദേഷ്യപ്പെടാതെ പകരം ഞങ്ങളാണ് ജയിക്കുന്നെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിന് നിങ്ങളുടെ രാജ്യത്തിൽ ഒരുപാട് റിസോഴ്സസും ഞങ്ങൾ ആവശ്യപ്പെടുന്നെല്ലാം തരേണ്ടി വരുമെന്നും അവനും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ആ ഒരു ബെറ്റും ചാലഞ്ചൊക്കെ കൺഫേം ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ റോയൽ കിച്ചണിലെ 3 കുക്കുമാരോടും മിങ് ടീമിലെ 3 കുക്കുമാരോടും നേർക്കുനേര് വന്ന് നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയും അവരോട് ഇനി ഒരാഴ്ചക്കുള്ളിൽ നടക്കാൻ പോകുന്ന ആ ഒരു കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ആവശ്യപ്പെടുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ വളരെ കടുകട്ടിയ ഒരു കോമ്പറ്റീഷനാണ് ഇനി നമ്മുടെ എൻജിക്ക് ഫേസ് ചെയ്യേണ്ടി വരാനായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മാംഗുറോക്ക് ഇപ്പൊ മാഞ്ഞു പോയതും അത് കിങ്ങിന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഒരു കോമ്പറ്റീഷനിൽ ആരാണ് ജയിക്കുക, അതുപോലെ നമ്മുടെ എൻജിക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നൊക്കെ ഇനിയുള്ള എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.